ചില ലീഡർഷിപ്പ് ഡിസിഷൻസ് അവ ഇപ്പോഴത്തെ കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ചില കോർപ്പറേറ്റ് ലീഡർഷിപ്പ് ഡിസിഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ചില ലീഡേഴ്സ് പറയാറുണ്ട്, മൈക്രോ മാനേജ് ചെയ്താൽ പ്രൊഡക്ടിവിറ്റി വളരെയധികം കൂടും. മൈക്രോ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മാനേജ്മെന്റ്, ഓരോരുത്തരെയും അടുത്ത് പോയി നീ അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ എന്ന് പിന്നാലെ പുറകെ നടന്ന് പറയുന്ന മാനേജ്മെന്റിനാണ് മൈക്രോ മാനേജ്മെന്റ്. ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പിലും മാനേജ്മെന്റ്, അങ്ങേയറ്റം ചെറിയ ടാസ്കിൽ പോലും മാനേജ്മെന്റ് കൈകടത്തുന്ന രീതിയാണല്ലോ മൈക്രോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ മൈക്രോ മാനേജ്മെന്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൈവരുത്തുവാൻ സാധിക്കും എന്ന് പറയുന്ന ചില ലീഡേഴ്സ് ഉണ്ട്. അത് ശരിയാണോ? സത്യം പറഞ്ഞാൽ മൈക്രോ മാനേജ്മെന്റ് എപ്പോഴും ക്രിയേറ്റിവിറ്റീനെ നശിപ്പിക്കും, അവരുടെ സ്കിൽസിനെ നശിപ്പിക്കും, ഇൻഡിപെൻഡന്റ് അറ്റ്മോസ്ഫിയറിനെ നശിപ്പിക്കും, ട്രസ്റ്റ് അതായത് വിശ്വാസത്തെ നശിപ്പിക്കും, ഓണർഷിപ്പിനെയും നശിപ്പിക്കും. അപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ കമ്പനി വിട്ട് അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് വിട്ട് കൊഴിഞ്ഞു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുദ്ദേശിച്ച രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ മൈക്രോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ഡിഫീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ മൈക്രോ മാനേജ്മെന്റ് ഒരിക്കലും ഇന്നത്തെ കാലഘട്ടത്തിൽ കോർപ്പറേറ്റ് ലെവലിൽ വർക്കൗട്ട് ചെയ്യില്ല എന്നർത്ഥം. അത് വളരെ മോശമായ ഒരു തീരുമാനമായിരിക്കും. ഈ ഷോർട്സിന്റെ പൂർണ്ണ രൂപമായ വീഡിയോ കാണുവാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.